അങ്ങനെ നമ്മൾ തൂവാനം വെള്ളച്ചാട്ടത്തിലേക്ക് ട്രക്ക് ചെയ്തിട്ട് പോവാണ്. നമുക്ക് വേറെ വഴിയില്ല, നടന്നിട്ട് തന്നെ പോകണം കാടിൻ്റെ ഉള്ളിലൂടെ. നമുക്ക് കൂടെ ഒരു ഗാർഡ് അയക്കും. ഗാർഡില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഫീസ് പെർ ഹെഡ് 300 രൂപയാണ്. സിംഗിളായാലും അവർ കൊണ്ടുപോകും, അതാണ് ഒരു ഗുണം. ഗ്രൂപ്പായാലും കുഴപ്പമില്ല. പക്ഷെ ഗ്രൂപ്പായി കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പിന് ഒരാൾ അയക്കും. അങ്ങനെ സിംഗിൾ ആയാലും അയക്കും. സിംഗിൾ ആവാൻ ചാൻസ് ഇല്ല, നമ്മളിവിടെ വന്ന് തീർച്ചയായിട്ടും അവർ മിക്സ് ചെയ്തിട്ട് അയക്കും. അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് ഡേയ്സിന് വല്ലതും വരണം. ഓക്കെ, നമ്മൾ ട്രക്കിംഗ് ഇവിടെ തുടങ്ങുകയാണ്. വന്ന് അത്ര എളുപ്പമില്ല, കണ്ട ഫുൾ റോക്സിലൂടെ നമ്മളെടുക്കുക ട്രക്ക് ചെയ്യേണ്ടത്. അത് മഴയില്ലാത്ത ദിവസം മാത്രമേ നമുക്ക് അവരനുവദിക്കൂ. അപ്പോൾ നല്ല മഴയുണ്ടെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് സ്ലിപ്പായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും അവരനുവദിക്കില്ല. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലൈമറ്റ്. അതിനനുസരിച്ച് നമ്മൾ ഈ തൂവാനം വെള്ളച്ചാട്ടവും ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ട്രക്കിംഗ് ഒക്കെ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പക്ഷെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ട്രക്കിംഗ് ഇല്ലയെന്ന് വിചാരിക്കുക, വെള്ളച്ചാട്ടം തന്നെ. അപ്പം വേറൊരു ഇതുണ്ട്, ഈ ഹിസ്റ്റോറിക്കൽ സാധനങ്ങളുണ്ട്. അതായത് പണ്ടത്തെ ആൾക്കാർ നിയോളിത്തിക്കൽ ഏജിലൊക്കെ ഉണ്ട് ഉപയോഗിച്ച പാറക്കെട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഒരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ 2 ഓപ്ഷനാണ് ഈ തൂവാനത്തുള്ളത്. ഒന്ന് വെള്ളച്ചാട്ടം കാണാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ നിയോളിത്തിക്കൽ ഏജിൻ്റെ ഹിസ്റ്റോറിക്കൽ സാധനം കാണാം. വനം ചെറിയൊരു വനം തന്നെയാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് ഒരു വനമേഖല, റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ ഇവിടുന്ന് തന്നെയാണ്. പക്ഷെ ഇവർക്ക് കൺഫേമാണ് ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ കൊണ്ടുപോകുന്നത്. ഈ ഏരിയയിൽ ഉണ്ടാവില്ല, ആ ഏരിയയിൽ അവർ വിടില്ല. ഓ പൊന്നോ, എന്തൊരു വീട്ടിലെന്തന്നെ മരമൊക്കെ വീണെടുക്കും. എൻ്റെ മുകളിലൊരു ചവിട്ടി കയറണം. ഓ കൊണ്ടാ വരും അങ്ങെത്തി. അടിപൊളിയാണത് മരം. ആ മരം ചാടിക്കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിലൂടെ കേട്ടോ ആനപ്പിണ്ടം കേട്ടോ. പൊന്നോ, ആന പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. ഇത്രയും ഡേഞ്ചറസ് ആയില്ല ഇതിലെ ചാടിക്കിടന്ന്. പൊന്നോ, ഞാൻ നടക്കാറൊക്കെ ഉണ്ട് അതുകൊണ്ട്. പക്ഷെ ഈ ഇതിലൂടെ നടന്ന് കാടിലൂടെ നടത്തൊന്നുമില്ല. 4 കിലോമീറ്റർ ഒക്കെ. ഞാൻ മറയൂരാ താമസിക്കുന്നത് ഇപ്പോൾ, ഹോട്ടലിൽ നാച്ചി വയൽ അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ചിന്നാർ ഇവിടെ നിൽക്കണമെന്നുണ്ട് അതിന്, പക്ഷെ അന്ന് ടിക്കറ്റ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച കിട്ടുമോ? താമസിക്കണ്ടേ? ഓൺലൈൻ നോക്കണോ? ഇല്ലല്ലേ. ചിന്നാർ നല്ല അടിപൊളിയാണോ? പണ്ട് അവരുടെ സ്ഥലമല്ലേ ഇതൊക്കെ, മറയൂര്
ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ ഇല്ല 19 അപ്പോൾ പഴയ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൃഗങ്ങൾ ആ പിന്നോട്ട് പോയാൽ മതി. ഇതില്ല. അപ്പോൾ ഇത് അവർക്കും സ്ഥലം വേണ്ട അല്ലേ? എല്ലാ സ്ഥലവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജീവൻ ഇതാണ് തൂവാനല്ലേ? ഇവിടെ അട്ടിയില്ലാത്ത നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ പെരിയാർ ടൈഗറിലൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അറിയില്ല. ആ ഹാ അത്രേ ഉള്ളൂ. എത്ര മണിക്കൂർ ഡ്യൂട്ടിയാണോ? ആ 5 മണി വരെ ഉണ്ടാവും. ഇതിലൂടെയും കൂടി പോകാനുണ്ട് വെള്ളച്ചാട്ടത്തും. എന്താ വെള്ളച്ചാട്ടത്താനെ ഈ നേരെ പോയാൽ തൂവാനം വെള്ളച്ചാട്ടത്താൻ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ. അടിപൊളി വെള്ളച്ചാട്ടം നല്ലതായി. ഇതാണ് സാക്ഷാൽ തൂവാനം വെള്ളച്ചാട്ടം. അടിപൊളി തന്നെ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാം. തൂവാന വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളം കണ്ട. അടിപൊളി.